ചില കൂടിക്കാഴ്ചകൾ പ്രണയമായി മാറാനല്ല വരുന്നത്, പക്ഷേ ഒരാളെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി മാറ്റാൻ. വെൽക്കം ടു അവർ സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 3. വീട്ടിലെത്തിച്ചേർന്ന വേദ മുറിയിൽ നടന്നുകൊണ്ടിരുന്നു. അത് കണ്ട് അഞ്ജലി അവളെ ശാന്തമാക്കാൻ പല രീതിയിലും ശ്രമിച്ചു. പക്ഷേ വേദയുടെ കോപം ഇനിയും മാറിയിരുന്നില്ല. അഞ്ജലി, എടി അത് നീ മറന്നേക്ക്. പിന്നെ പറയാനാണ്, നീയും ഒട്ടും മോശമല്ലായിരുന്നു. വേദ, നീ എൻ്റെ ഫ്രണ്ടാണോ അതോ ശത്രുവോ? അഞ്ജലി, അല്ലടി, ഉള്ളത് പറയണമെന്നാണല്ലോ കാരണവമ്മ പറഞ്ഞിട്ടുള്ളത്. വേദ, ആഹാ, അങ്ങനെയാണല്ലേ. എങ്കിൽ എൻ്റെ മോള് വള്ളി പുള്ളി തെറ്റത് എല്ലാം എന്നോട് പറഞ്ഞാൽ മതിയാവൂ. ഇല്ലെങ്കിൽ ഞാൻ അമ്മാവനോടും അമ്മായിയോടും പറയും. അഞ്ജലി, എന്താടി നിനക്ക് ദേഷ്യം കൂടി ഒട്ടായോ? വേദ, അപ്പം മനസ്സിലായില്ലേ? നീ എന്നെ പിടിച്ചു മാറ്റാൻ വന്നിട്ട് ആ രാക്ഷസൻ്റെ ഫ്രണ്ടിനെ നോക്കി വെള്ളം ഇറക്കിയിരുന്നല്ലോ. അഞ്ജലി മനസ്സിൽ, ഇവളിതും കണ്ടുപിടിച്ചോ? ആടി, ഞാൻ വായി നോക്കും. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സിംഗിൾ ആൻഡ് റെഡി ടു മിങ്കിൾ കുട്ടിയല്ലേ, എനിക്കൊന്ന് സെറ്റായിക്കോട്ടെ എന്ന് വെച്ചൂടെ? വേദ, സ്വന്തം ഫ്രണ്ട് അടയുണ്ടാക്കുമ്പോഴാണോടി നിന്റെ ജീവിതം സെറ്റാക്കുന്നത്? അഞ്ജലി വിളിച്ചുകൊണ്ട്, അത് വിട്, ഇവിടെ കിടന്ന മൂവി നിന്റെ അമ്മയെ അറിയിക്കണ്ട. അല്ല മോളെ, രാക്ഷസനോ, കാണാൻ എന്തൊരു ലുക്ക്, സിനിമ ഹീറോ പോലെ ഇല്ലേ? വേദ തലേനെ എറിഞ്ഞുകൊണ്ട്, എങ്കിൽ നീ പോയി അവനെ കെട്ടിക്കോ. അഞ്ജലി, വേണ്ടടി, എനിക്ക് ആ മറ്റേ പുള്ളിയോടാണ് ഇഷ്ടം. ഒരു റൊമാൻറ്റിക് ഹീറോ വൈബുണ്ടല്ലോ അവന്. വേദ, കണ്ടപ്പോൾ തന്നെ തോന്നിയോ? നിന്റെ മനസ്സിലെ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്ന് പിടിച്ച് കൂട്ടിലടച്ച് വെക്കണം. അഞ്ജലി, എടി, ഞാൻ നോക്കുന്നത് അവൻ കണ്ടു. ഫ്ലാഷ് ബാക്ക്. വേദ കോപത്തോടെ പുറത്തേക്ക് പോയപ്പോൾ അഞ്ജലി തൻ്റെ സ്കൂട്ടി എടുക്കാൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് ആരോ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ തീവ്രമായി നോക്കി നിൽക്കുന്ന ആദിത്യൻ. അവൻ മെല്ലെ അവളുടെ ചെവിയോട് ചേർന്ന് പറഞ്ഞു, ഒരു വഴക്കിനിടയിലാണോടി ആളെ നോക്കി ചോരോടിക്കുന്നത്? ഇനി ഇങ്ങനെ നോക്കിയാൽ നിന്റെ ഉണ്ടക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അത് പറഞ്ഞിട്ട് അവൻ നടന്നു പോയെങ്കിലും അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അഞ്ജലിയെ ഒരു പുതിയ അനുഭൂതിയിലേക്ക് കൊണ്ടുപോയി. വേദ, ചമ്മിയല്ലേ, സാരമല്ല. അപ്പോഴാണ് അഞ്ജലിയുടെ അമ്മ ശാരദ വിളിച്ചത്. അഞ്ജലി വരുന്നമ്മേ. അവൾ താഴേക്ക് പോയി. രാവിലെ വേദയും അഞ്ജലിയും ഒരുമിച്ച് സ്കൂട്ടിൽ പുറപ്പെട്ടു. ലേറ്റ് ആവില്ലേ? അഞ്ജലി ആശങ്കയോടെ. റിലാക്സ്, ടൈമുണ്ട്, വേദ കാഷ്വലായി പറഞ്ഞു. പക്ഷേ വഴിയുടെ നടുവിൽ സ്കൂട്ടി പെട്ടെന്ന് നിന്നു. സീരിയസ്ലി? വേദ ഫ്രസ്ട്രേറ്റഡായി. അവർ രണ്ടുപേരും ശ്രമിച്ചു, പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല. ടൈം പോകുന്നു. അവർ ഓഫീസിലെത്തുമ്പോഴേക്കും ഓൾറെഡി ലേറ്റ്. മാനേജർ പറഞ്ഞു, ന്യൂ CEO വന്നിട്ടുണ്ട്, ക്യാബിനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യൂ. അവരുടെ മുഖത്ത് ടെൻഷൻ വ്യക്തം. ഫസ്റ്റ് ഡേ തന്നെ. അഞ്ജലി പതുക്കെ പറഞ്ഞു. വേദ ഒരു ദീർഘശ്വാസം എടുത്തു. ലെറ്റ്സ് ഗോ. ക്യാബിൻ ഡോർ തുറന്ന് അവർ അകത്ത് കയറി. അടുത്ത നിമിഷം ഇരുവരും നിശ്ചലമായി. അവിടെ ദക്ഷ് ചെയറിലിരുന്ന് അവരെ തന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ എക്സ്പെക്റ്റേഷൻ ഇല്ല, പക്ഷേ ഒരു ചലഞ്ച്. വേദയുടെ മുഖം കടുപ്പമായി. അഞ്ജലി ഒരു പടി പിന്നോട്ട് നിന്നു. ലേറ്റ്. ദക്ഷിൻ്റെ ശബ്ദം തണുത്തത്. ഫസ്റ്റ് ഡേ ആൻഡ് യു ആർ ഓൾറെഡി മേക്കിംഗ് ആൻ ഇംപ്രഷൻ. അവൻ എഴുന്നേറ്റു. എക്സ്ക്യൂസസ് വേണ്ട. വേദ ഒന്നും പറഞ്ഞില്ല. അവൾ നേരെ നോക്കി നിന്നു. ആ ടെൻഷൻ വായുവിൽ തന്നെ നിറഞ്ഞു. അപ്പോൾ ഡോറ് തുറന്ന് ആദ്യം അകത്തേക്ക് വന്നു. ദക്ഷ്, ചിൽ, ഫസ്റ്റ് ഡേ ആണ്, ലെറ്റ് ഇറ്റ് ഗോ. ദക്ഷ് ഒന്ന് ശാന്തനായി, പക്ഷെ കണ്ണുകൾ വേദയിൽ നിന്നും മാറിയില്ല. അഞ്ജലി, ഡീ, നീ ഓക്കെ അല്ലേ? വേദ, അഞ്ജലി, ഞാൻ തെറ്റ് ചെയ്തില്ല. ലേറ്റ് ആയത് നമ്മുടെ തെറ്റാണ്, പക്ഷേ അവൻ സംസാരിച്ച രീതിയാണ് പ്രശ്നം. അഞ്ജലി, ആ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അതും ഒരു CEO. വേദ, ലുക്ക് കൊണ്ടല്ല, ക്യാരക്ടർ കൊണ്ടാണ് ഒരാൾ ജഡ്ജ് ചെയ്യേണ്ടത്. അത് പറഞ്ഞിട്ട് വേദ നേരെ വർക്കിൽ ഫോക്കസ് ചെയ്തു. അവളുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം. പ്രൂവ് ഹിം റോങ്. അതേസമയം ക്യാബിനിൽ ദക്ഷ്, നീ കുറച്ച് ഹാർഷായില്ലേ? ദക്ഷ്, ഡിസിപ്ലിൻ ഇല്ലാത്ത പ്ലേസിൽ വർക്ക് നടക്കില്ല ഡിസിപ്ലിൻ ഓക്കെ, ബട്ട് റെസ്പെക്റ്റും വേണം. ദക്ഷ് ഒന്നും മറുപടി പറഞ്ഞില്ല, പക്ഷെ അവൻ്റെ മനസ്സിൽ വേദയുടെ ബോൾഡ് ടോൺ തിരിഞ്ഞു വന്നിരുന്നു. ലഞ്ചിന് ശേഷം മാനേജർ ഒരു അത്യാവശ്യ ഫയൽ വേദയ്ക്ക് കൊടുത്തു. ഇത് CEO സൈൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേദ ക്യാബിൻ ഡോർ നോക്ക് ചെയ്ത് അകത്ത് കയറി. ദക്ഷ്, എസ്. വേദ, സർ, ഇത് ഒരു അർജൻറ്റ് ഫയലാണ്, സൈൻ വേണം. ദക്ഷ് ഫയലെടുത്ത് നോക്കി. കുറച്ച് നിമിഷം നിശബ്ദത. ഇത് റിവൈസ് ചെയ്യണം. വേദ, സർ, ഡേറ്റ് ശരിയാണ്. ദക്ഷ് ഷാർപ്പ് ലുക്കിൽ, ഐ സൈഡ് റിവൈസ്. വേദയ്ക്ക് ദേഷ്യം വന്നു, പക്ഷെ അവൾ അത് നിയന്ത്രിച്ചു. വേദ, സർ, മിസ്റ്റേക്ക് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്യാം. ദക്ഷ് അവളെ നോക്കി കുറച്ച് നിമിഷങ്ങൾ. അവൻ്റെ കണ്ണുകളിൽ ഒരു ചലഞ്ച്. പ്രൂവ് ചെയ്യും മിസ്റ്റേക്ക് ഇല്ലെന്ന്. വേദ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. അഞ്ജലി ചോദിച്ചു, എന്തായി? വേദ, യുദ്ധം തുടങ്ങി. വേദ സിസ്റ്റം ഓപ്പൺ ചെയ്ത് ഫുൾ കോൺസെൻട്രേഷനോടെ ജോലി ചെയ്യുകയായിരുന്നു. അഞ്ജലി പക്ഷേ ഇടയ്ക്കിടെ HR ക്യാബിനിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേദ, എന്ത് ചെയ്യുക നീ? ഫയൽ നോക്ക്, HR-നെ അല്ല. അതേസമയം ആദിത്യൻ ഗ്ലാസ് ക്യാബിനിൽ നിന്ന് ഫ്ലോർ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അവൻ്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അഞ്ജലിയിൽ എത്തി നിൽക്കും. അഞ്ജലിയും അത് കണ്ടിട്ട് പെട്ടെന്ന് സിസ്റ്റത്തിലേക്ക് നോക്കുന്ന പോലെ അഭിനയിക്കും. അഞ്ജലി ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് HR ക്യാബിനിലേക്ക് പോയി. അഞ്ജലി, സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആദിത്യൻ അവളെ നോക്കി ചിരിച്ചു. ഡൗട്ടാണോ അത് വേറെ എന്തെങ്കിലും? അഞ്ജലി ചമ്മി. ഡൗട്ട് തന്നെയാണ്. ആദിത്യൻ മന്ദമായി മുന്നോട്ട് വന്നു. ഇന്നലത്തെ പോലെ നോക്കി നിന്ന ആൻസർ കിട്ടും. അഞ്ജലി മരവിച്ച് നിൽക്കുകയാണ്. വേദ വൈകിട്ട് വരെ വർക്ക് ചെയ്ത് ഫയൽ പെർഫെക്റ്റ് ആക്കി. ക്യാബിനിൽ കയറി ഫയൽ കൊടുത്തു. വേദ, സർ, ചെക്ക് ചെയ്യൂ. ദക്ഷ് ഫയൽ നോക്കി. എല്ലാം പെർഫെക്റ്റ്. അവൻ സിഗ്നേച്ചർ വെച്ചു. പിന്നെ പറഞ്ഞു, ഗുഡ്. ഒരൊറ്റ വാചകം, പക്ഷേ വേദയ്ക്കത് ഒരു വലിയ വിജയം പോലെ തോന്നി.
വേദിക്ക് ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം നിറഞ്ഞു. പക്ഷേ അത് പുറത്തേക്ക് കാണിക്കാതെ അവൾ നിന്നു. ദക്ഷ് പേന ടേബിളിൽ വെച്ച് ഒരു നിമിഷം അവളെ നോക്കി നിന്നു. നെക്സ്റ്റ് ടൈം ലേറ്റ് ആവരുത്. അവൻ്റെ ശബ്ദം ശാന്തം പക്ഷേ ഉറച്ചത്. വേദ ചെറുതായി തലകുലുക്കി. ഷുവർ സർ. അവൾ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ ദക്ഷിൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും മാറിയില്ല. ഇൻട്രസ്റ്റിംഗ് എന്നവൻ മനസ്സിൽ പറഞ്ഞു. വാതിലടഞ്ഞു. വേദ കോറിഡോറിൽ നിൽക്കുമ്പോൾ ഒരു ദീർഘശ്വാസം വിട്ടു. അവളുടെ അധരങ്ങളിൽ ഒരു ചെറിയ പുഞ്ചിരി. ചലഞ്ച് അക്സെപ്റ്റഡ് മിസ്റ്റർ ദക്ഷ്. ഇതോടെ ഒരു നിശബ്ദ പോരാട്ടം തുടങ്ങി. അതിൻ്റെ പിന്നിൽ ഒരു പ്രണയത്തിൻ്റെ തുടക്കവും.